പണി 10 ശാന്തമ്മേ. ഡോക്ടർ ഇതുവരെ കണ്ടില്ലല്ലോ. പ്രസവ കേസിന് പോയതല്ലേ, രണ്ടിലൊന്നും അറിയാതെ വരാൻ പറ്റുമോ? ഡോക്ടർക്ക് 100 ആയുസാ. ദേ വരുന്നുണ്ട്. നമസ്കാരം. കാത്തിരുന്ന് മുഷിഞ്ഞായിരിക്കും. ഞാൻ ആ ഭക്തിന്റെ മകളെ പ്രസവത്തിന് പോയതാ. കൊച്ചു തലതിരിഞ്ഞ് അകത്ത് കിടന്നത് നേരെയാക്കി പുറത്ത്. കൊച്ചിന് കുഴപ്പമൊന്നുമില്ലല്ലോ. പക്ഷെ തള്ള കാര്യമായി. അയ്യോ, എല്ലാവരെയും ചീട്ടെടുത്തിട്ടുണ്ടോ ശാന്തമ്മേ? ഉണ്ട്. ആ പെൺകൊച്ചേതാ? ഇവിടെ പുതിയതായിട്ട് വന്നാന്നാ തോന്നുന്നു. അവരെ ആദ്യം വിളി. തങ്കമ്മ, ഇരിക്കൂ. എന്താ? ഇവക്കൊരു പല്ലുവേദന. ഓഹോ, വരണം. നിങ്ങൾ അവിടെ നിൽക്കണം. ശാന്തമ്മേ, ഓ ഇഞ്ചക്ഷൻ തയ്യാറാക്കും. ശരി. താമസം കുറെ ദൂരെ ആണേലും ഇവിടെ കൂടെ ഉണ്ട്. ഇവിടെ നടക്കുന്ന എല്ലാ നല്ല കാര്യത്തിനും മമ്മൂക്ക മുമ്പൊക്കെ. ഞമ്മളെ വാപ്പ ആദ്യം ഇവിടെ കച്ചവടത്തിന് വന്നപ്പോ ഈ ജോസിന്റെയും ജോയിന്റെ ഒക്കെ അപ്പന്മാരാണ് വാപ്പയെ സഹായിച്ചത്. നമുക്കത് മറക്കാൻ നോക്കുക. ആട്ടെ, ബാബു സാറിന്റെ വീട് എവിടെയാന്ന് പറഞ്ഞില്ലല്ല? കുറച്ച് ദൂരെയാ. ജോസേ, ജോസേ, ചേട്ടാ, ഇമാര് 10 രൂപ കാശ് കാണും. മോനൊരു കുറവില്ല. നമ്മുടെ രാജപ്പൻ ഡോക്ടർ ഒന്നുകൂടി കാണിക്കാനാ. കുഞ്ഞിനെ അങ്ങനെ ഇരിക്കട്ടെ കല്ലിക്കുട്ടി. ഒരു കുറവുമില്ല ചേട്ടത്തി. കുഞ്ഞിന് എന്താ അസുഖം? വയറ്റിളക്കം ചെറുതിൽ പോവാ. രാജപ്പൻ ഡോക്ടർ ഗുളിക തന്നു. അതിന്റെ പകുതി കൊടുത്ത പിന്നെ വയറ്റിന് വെള്ളം പോലെയാ പോകുന്നേ. എന്ത് മരുന്നാ കൊടുത്തത്? ഒരു വെളുത്ത ഗുളിക ഇതാക്കിട്ട്. ഞാനൊരു മരുന്നിനെ കുറിച്ച് തരാം, മേടിച്ചു കൊടുക്കാം. സംശയിക്കണ്ട, മേടിച്ചു കൊടുത്തട്ടെ. ജോസേ, ഇച്ചിരി കടലാസം മേടിച്ചു തന്നെ. പേരുകുട്ടി, ഒരു കടലാസം പെൻസിലിംഗ് എടുത്താൽ. കുഞ്ഞിനെ ഇങ്ങോട്ട് തന്നത്. അല്ല, സാറിന് മരുന്ന് കുടിക്കാൻ അറിയാവാ? ഈ മരുന്ന് വാങ്ങി 1/2 ഗുളിക വീതം 3 നേരം കൊടുക്കും. അതിന് കാശ് വേണ്ട. അത് ഞാൻ മറന്നു. മോന് എന്ത് പറ്റിയടാ? കുമാര്, തന്റെ കൂട്ടുകാരെ കുറിച്ച് മരുന്ന് മേടിച്ചു കൊടുക്കാവാ. കണ്ടിട്ട് ഏതാണ്ടൊക്കെ അറിയാവുന്ന ആളാന്നാ തോന്നണേ. ചിലപ്പോ ഏതെങ്കിലും മരുന്ന് ഷാപ്പിൽ എടുത്തു കൊടുക്കാവുന്ന ആളായിരിക്കാം. പണ്ടം കണ്ട് കൈ കിട്ടാൻ നിന്ന രാജപ്പൻ ഡോക്ടറുടെ മരുന്ന് കൊടുക്കാമെങ്കിൽ ഇതൊന്ന് കൊടുത്തു നോക്ക്. കൊടുത്തു നോക്കാം. നെല്ലിക്കുട്ടി, നീ വീട്ടിലേക്ക് പോയിക്കോ, ഞാനിപ്പോ വന്നേക്കാം. അവളിവിടെ നിൽക്കട്ടെ, നീ മരുന്ന് മേടിച്ചോണ്ട് പോ. നീ വാടി. ഒരു മേരിക്കട്ടെ, ഇപ്പൊ വസ്താവ്. എന്നാല് കാറ് കാണുന്നുണ്ടല്ലോ. കാറ്റുണ്ടല്ല, കാറ് മാറും. വരി, നമ്മുടെ ചങ്ങായിക്കും വെള്ളത്തിൽ പോരണമെന്നുണ്ട്. ആരെ, ബാബു സാറോ? വേണ്ട വേണ്ട, കടൽ ചെറുക്കിന്റെ വാളടിക്കും സാറേ. അത് സാരമില്ല. സാരമുണ്ട്, ഞങ്ങള് വള്ളത്തിൽ പോയി മീൻ പിടിച്ചുകൊണ്ടുവരാം. സാറ് ഈ കരക്കിരുന്നാ മതി. എന്റെ കുഞ്ഞുമോനെ വന്നതുപോലെ ആർക്കെങ്കിലും ദണ്ണം വരികയാണെങ്കിൽ നോക്കാൻ ഒരാള് വേണമല്ല. കുഞ്ഞിനെങ്ങനെയുണ്ട്? സാറിന്റെ ഒറ്റ നേരത്തെ മരുന്ന് വിട്ടപ്പോഴേ സൂക്കേട് പോയി. സത്യം പറയാലോ, സാറ് മരുന്നിനെ കുറിച്ച് ചെന്നപ്പം എനിക്ക് ഇച്ചിരി സംശയം ഉണ്ടായിരുന്നു. സാറിന് ചികിത്സിക്കാൻ അറിയാമോ? ഇപ്പൊ മനസ്സിലായില്ലേ സാറിന് ചികിത്സിക്കാൻ അറിയാവുന്നു? കൊള്ളാം. സാറില്ലായിരുന്നെങ്കിൽ എന്റെ കുഞ്ഞുമോനെ മെഡിക്കലിൽ കൊണ്ടുപോയി വന്നേനെ. സാറേ, നമ്മുടെ വയറ്റിന് ഇവിടെ ആയിട്ട് ചിലപ്പോൾ വേദന. ഒത്തിരി മരുന്ന് കഴിച്ചതാ. ഒന്ന് നോക്കിയാട്ടെ. എത്ര ആളാ തുടങ്ങിയിട്ട്? കുറച്ചു നാളായി. ഇവിടാണോ? കുറച്ച് താപ്പോട്ട്. അവിടെ. ഇതെന്താ മമ്മൂക്ക, കടപ്പുറം ആശുപത്രിയാക്കാൻ പോവാടാ? ഈ കടപ്പുറത്ത് നമുക്ക് നല്ലൊരു ആശുപത്രി ഉണ്ടാക്കാൻ പറ്റൂ. കാശും ചക്രവും പെരുത്തില്ലെങ്കിലും നമുക്കെല്ലാം പടക്കം നിന്ന നല്ലൊരു മനസ്സില്ലേ? നമ്മളെല്ലാം ഒത്തുകൂടിയാ ഒന്നാമതൊരു ആശുപത്രി ബാബു സാറിന് ഉണ്ടാക്കി കൊടുക്കാം. മതി, അലവർക്ക് വെച്ച് പിടിച്ചോ.
ഒളിക്കാനുള്ളൊരു സ്ഥലം നേരെയുള്ള കഥയായിട്ട് തുറന്നത് നിന്റെ കാലിനെ പിടിവന്നാക്കും. എന്താ മോളെ, എന്തിനാ കരയുന്നേ? പറയൂ, എന്തുണ്ടായി? ഞാൻ കളിക്കാൻ ഓഫീസ് മുറി കയറിയപ്പോ ഉഷാന്റെ അമ്മ എന്നെ ഇവിടെ പിടിച്ച് പിച്ചി. താഴത്ത് കിടക്കുന്ന വല്ലതും കൊച്ചം പറയുന്നുണ്ട്, പുറത്തു പറയാൻ കൊള്ളില്ല. ആ പെണ്ണും പിള്ളേ മകന് വന്നു കയറി അന്ന് തുടങ്ങിയതേ കുഞ്ഞുങ്ങളുടെ കാലക്കേട്. ഇതിങ്ങനെ വിട്ടാ പറ്റില്ല കുഞ്ഞെ. ഇല്ല, ഇതിങ്ങനെ വിട്ടാ പറ്റില്ല. എന്റെ കുടുംബജീവിതം തകർക്കാനാണോ നിങ്ങളിവിടെ വന്നിരിക്കുന്നത്? ഇത് നല്ല കൂത്ത്. നിന്റെ കുടുംബജീവിതം ആര് തകർത്തുന്ന നീ പറയുന്നത്? ആര് തകർക്കുന്നു? ചെന്ന് നോക്കും. എന്റെ ഭർത്താവിന്റെ കൂടെ നിങ്ങളുടെ മോള് കിടക്കുന്നത് നിങ്ങൾക്കത് അറിഞ്ഞുകൂടല്ലേ? ഓ, ഇതാണോ കാര്യം? എന്റെ മോക്കെ നിന്റെ ഭർത്താവിന്റെ ആവശ്യമൊന്നുമില്ല. അവർക്ക് 100 പേരെ കിട്ടും. പിന്നെ അവനവളുടെ മുറച്ചെറുക്കനല്ലേ എന്തെങ്കിലും കളിതമാശയൊക്കെ പറഞ്ഞിരിക്കും. അതിനകത്തോ ചാടകന്നിരിക്കുന്നു. തമാശയാണല്ലേ തമാശ? പ്രായമായ പെണ്ണൊരു പുരുഷനെ കെട്ടിപ്പിടിച്ച് കിടക്കുന്നതാണോ നിങ്ങളുടെ തമാശ? ഈ നിമിഷം മകളെ വിളിച്ചോണ്ട് ഇവിടെ ഇറങ്ങാം. അത് പറയാൻ നീ ആര്? ഇവരോട് ഇവിടെ ഇറങ്ങിപ്പോകാൻ പറയാൻ നീ ആരാണെന്നാ ചോദിച്ചത്? നിങ്ങളുടെ ഭാര്യ. ഭാര്യ? ആ വാക്ക് പറയാൻ നിനക്ക് അർഹതയുണ്ട്. നിന്റെ ഇഷ്ടം പോലെ നീ നടന്നില്ലേ? എന്റെ ഇഷ്ടത്തിന് ഞാനും ജീവിക്കും. അതെന്റെ കൺമുമ്പിൽ നടക്കില്ല. യു ബ്ലഡി. ശബ്ദിച്ചു പോകരുത്. ശബ്ദിച്ചാൽ എല്ലാത്തിനും ഞാൻ കൊന്നുകളയും. കരയാതെ മോളെ, മോൾ കരയാതെ. കുഞ്ഞിനെ തല്ലിയോ? കാര്യം എന്താ കുഞ്ഞെ? എല്ലാം എന്റെ വിധിയാ കുമാരേട്ട.